ഒരു മാസത്തിൽ 30 ദിവസവും എന്നെപ്പോലെ ക്രേവിങ്സ് വരുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ അങ്ങനെ ആരെയും കണ്ടിട്ടില്ല. ഇന്ന് എനിക്ക് ക്രേവിങ്സ് ഉണ്ടായത് മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. രാവിലെ തന്നെ ഞാനും കിട്ടും കൂടെ മസാല ദോശ കഴിക്കാൻ പോയിട്ട് കിട്ടു നേരെ വർക്കിന് പോയി. നിനക്കെന്താ അവിടെ കാര്യം എന്ന് ചോദിച്ചാൽ ഞാനും ഡാഡുവും കൂടെ വേറെ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോയതാണ്. ഇതാണ് കിട്ടുവിൻ്റെ വർക്ക്. എങ്ങനെയുണ്ട് ഗൈസ്? എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ ഫുഡ് റെഡിയാക്കുന്ന മാമൻ കിട്ടുവിൻ്റെ ഫ്രണ്ടും ഇപ്പോൾ എൻ്റെ ഫ്രണ്ടും ആയതുകൊണ്ട് തന്നെ മാമൻ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് പോകാൻ. പറഞ്ഞില്ലെങ്കിലും ഞാൻ കഴിക്കും മാമ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തി. രാവിലെ മൊട്ടം വെയിലും അത് കഴിയുമ്പോൾ പെരുമഴയും. എന്താ അല്ലേ പ്രകൃതിയുടെ ഒരു വികൃതി എന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന എൻ്റെ അടുത്ത് കിട്ടുമെന്ന് പറഞ്ഞു, വാ നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന്. ഇപ്പം പുറത്ത് പോയിട്ട് വന്ന ക്ഷീണം ഉണ്ടെങ്കിലും എനിക്ക് മുന്നേ ഡാഡും അവൻ്റെ പുറകെ ഞാനും ഒരുങ്ങി കെട്ടിതേ പോവുകയാണ്. എങ്ങോട്ടെന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കിടിലൻ വ്യൂ ഒക്കെ കണ്ട് അവിടെ നിർത്തിയപ്പോഴേക്കും ഭയങ്കര കോടമഞ്ഞായിരുന്നു. പക്ഷെ നമ്മളത് സൂപ്പറായിട്ട് എൻജോയ് ചെയ്യുന്നതിന് മുന്നേ വീണ്ടും മഴ പെയ്തുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പോയി നേരെ എത്തിയത് ചെല്ലഞ്ചി പാലത്തിൻ്റെ അടിയിലാണ്. എന്തുകൊണ്ട് പാലത്തിൻ്റെ അടിയിലെന്ന് ചോദിച്ചാൽ മഴ നനയാതിരിക്കാൻ. അങ്ങനെ അവിടെ നിന്നപ്പോഴത്തേക്കും മഴ ചെറുതായിട്ടൊന്ന് തോർന്നു. പിന്നെ പാലമൊക്കെ ഒന്ന് കണ്ടിട്ട് വീണ്ടും നമ്മൾ പോയി. അപ്പോഴേക്കും വീണ്ടും പ്രകൃതി വികൃതി കാണിക്കാൻ തുടങ്ങി. മഴ പെയ്തു. വണ്ടി ഒതുക്കി വെച്ച് നമുക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ട് ഞാനും കിട്ടും അടും കൂടെ അവിടെ ഇരുന്നു. പിന്നെ ഒരു കോഫിയൊക്കെ കുടിച്ച് നമ്മൾ കടയിലൊക്കെ പോയി സാധനം വാങ്ങി നേരെ വീട്ടിലെത്തിയിട്ട് നല്ല അടിപൊളി കൊത്തു പൊറോട്ട ഉണ്ടാക്കി. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നില്ല, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ കടയിൽ വാങ്ങുന്നതിനെക്കാട്ടി സൂപ്പറായിരുന്നു എന്നാണ് കിട്ടു പറഞ്ഞത്. അങ്ങനെ നമ്മളൊരു കുട്ടിയുടെ ഇവിടെ കഴിയാണ് ഗായ്സ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.